എസൻഷ്യൽ ഇംഗ്ലീഷ് ഗ്രാമർ ഇൻ മലയാളം എന്ന ഈ പഠന സീരീസിലെ യൂണിറ്റ് 28 നമ്മൾ എടുക്കാൻ പോകുന്നത്. യൂണിറ്റ് 27 നമ്മൾ ഐ ആം ഗോയിങ് ടു എന്നുള്ളത് പഠിച്ചു കഴിഞ്ഞു. അത് ഒരു ഫ്യൂച്ചർ ആക്ഷനെ നമ്മൾ ഓൾറെഡി ഡിസൈഡ് ചെയ്ത ഫ്യൂച്ചർ ആക്ഷനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഫ്യൂച്ചറിനെ തന്നെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന മറ്റ് രണ്ട് പദങ്ങളാണ് വിൽ ആൻഡ് ഷാൽ. അതിനെക്കുറിച്ചാണ് ഈ പാഠത്തിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. വളരെ ലളിതമാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ കഴിയും. ഇവിടെ ഒന്നാമത്തെ ഒരു ഉപകാരം എന്നുള്ളത് വിൽ ആൻഡ് ഷാൾ എന്നുള്ളത് സബ്ജക്റ്റ് ഒബ്ജക്റ്റ് ഏകവചന ബഹുവചന പ്രശ്നങ്ങളില്ല എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. ഒരു സാറ വർക്ക് ചെയ്യുന്ന ഒരു ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഉദാഹരണങ്ങൾ കൊടുത്തിരിക്കുന്നു. സാറ ഗോസ് ടു വർക്ക് എവരി ഡേ. എല്ലാ ദിവസവും ജോലിക്ക് പോകുന്നു. ഷീസ് ഓൾവേസ് ദെയർ ഫ്രം 8:30 to 4:30. 8:30 മുതൽ 4:30 വരെ അവർ അവിടെ ഉണ്ടാവാറുണ്ട്. ആൻഡ് ഇറ്റ്സ് 11 o'clock now. ഇപ്പോൾ സാറ 11 മണിയാണ്. സാറ ഈസ് അറ്റ് വർക്ക്. അപ്പോൾ അതുകൊണ്ട് സാറ ജോലിയിലാണ്. അപ്പൊ ഈസ് എന്ന് പറഞ്ഞാൽ ആണ് എന്നർത്ഥം. ആൻഡ് അറ്റ് 11 o'clock യെസ്റ്റർഡേ, ഇന്നലെ 11 മണിക്ക് ഷി വാസ് അറ്റ് വർക്ക്, അവൾ ജോലിയിലായിരുന്നു. അപ്പൊ ഇന്നലെ എന്ന് പറയുമ്പോൾ അവിടെ വാസ് ഉപയോഗിക്കുന്നു. ആൻഡ് അറ്റ് 11 o'clock ടുമോറോ ഷി വിൽ ബി അറ്റ് വർക്ക്, നാളെ അവൾ ജോലിയിലായിരിക്കും. അപ്പൊ വിൽ ബി എന്ന് പറഞ്ഞാൽ ആയിരിക്കും എന്ന് പറയാനാണ് വിൽ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കാം. വിൽ പ്ലസ് ഇൻഫിനിറ്റീവ്, വിൽ ബി, വിൽ വിൻ, വിൽ കം എന്നുള്ളതൊക്കെ ചെയ്യുമെന്നർത്ഥത്തിൽ ഒരു ഫ്യൂച്ചർ കാര്യത്തെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ട്, പറയുന്ന നിമിഷത്തിലെടുക്കുന്ന തീരുമാനത്തെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വിൽ ഉപയോഗിക്കുന്നത്. ഇവിടെ സബ്ജക്റ്റ് ഏകവചനമായാലോ ബഹുവചനമായാലോ ഒന്നും പ്രശ്നമില്ല. ഐ വിൽ, യു വിൽ, ഷീ വിൽ, ഹി വിൽ, ഇറ്റ് വിൽ ഒക്കെ പറയാം. അതിന്റെ ഷോർട്ട് ഫോമാണ് ഇൽ എന്നുള്ളത്. വിൽ നോട്ട് എന്നുള്ളതിന്റെ വോണ്ട്, ചെയ്യില്ല എന്നുള്ള അർത്ഥത്തിൽ. വിൽ ആദ്യം കൊണ്ടുവരുമ്പോൾ, സബ്ജക്റ്റിന് മുന്നേ കൊണ്ടുവരുമ്പോൾ അത് ചോദ്യമാവും. വിൽ യു ഗോ, നിങ്ങൾ പോകുമോ? വിൽ യു കം, നിങ്ങൾ വരുമോ? എന്നിങ്ങനെ നോക്കാം. വിൽ എന്നുള്ളതിന് ഇൽ എന്ന് പറയും. അതേപോലെ വോണ്ട് എന്നുള്ളത് വിൽ നോട്ടിന് വോണ്ട് എന്നും പറയും. ഈ രണ്ട് ഷോർട്ട് ഫോമുകൾ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ബി, അതിന്റെ ബി സെക്ഷനിൽ പറയുന്നത് വി യൂസ് വിൽ ഫോർ ദ ഫ്യൂച്ചർ, അതായത് ടുമോറോ, നെക്സ്റ്റ് വീക്ക്, അതായത് പറയുന്ന നിമിഷത്തിന് ശേഷം നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറയാനാണ് വിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ഷീ ട്രാവൽസ് അലോട്ട്, ഷീ ഒരുപാട് യാത്ര ചെയ്യാറുണ്ട്. ടുഡേ ഷീ ഈസ് ഇൻ മാഡ്രിഡ്, അവൾ ഇന്ന് മാഡ്രിഡിലാണ്. ടുമോറോ ഷീ വിൽ ബി ഇൻ റോം, നാളെ അവൾ റോമിലായിരിക്കും. അപ്പൊ ആയിരിക്കും എന്ന് പറയാം. ഷീ വിൽ ബി, ബി എന്ന് പറഞ്ഞാൽ ആവുക, അതിന് മുന്നേ വിൽ ചേർത്ത് കഴിഞ്ഞാൽ ആവും എന്നർത്ഥം, ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് വീക്ക്. ആൻഡ് നെക്സ്റ്റ് വീക്ക് ഷീ വിൽ ബി ഇൻ ടോക്കിയോ, അടുത്ത ആഴ്ച അവൾ ടോക്കിയോയിലായിരിക്കും. ഓക്കെ, അപ്പോൾ വിൽ ബി ആയിരിക്കും എന്നുള്ള അർത്ഥത്തിലാണ്. ആൻഡ് യു ക്യാൻ ഫോൺ മീ ദിസ് ഈവനിങ്, ഐ വിൽ ബി അറ്റ് ഹോം. ഇന്ന് നിങ്ങൾക്ക് എന്നെ ഫോൺ ചെയ്യാം, ഞാൻ വീട്ടിലുണ്ടാവും. ഐ വിൽ ബി അറ്റ് ഹോം, ഞാൻ വീട്ടിലുണ്ടാവും എന്നർത്ഥം. ലീവ് ദ ഓൾഡ് ബ്രെഡ് ഇൻ ദ ഗാർഡൻ, പഴയ ബ്രെഡെല്ലാം ഗാർഡനിൽ കളയും. ദ ബേർഡ്സ് വിൽ ഈറ്റ് ഇറ്റ്, കിളികൾ തിന്നും, കിളികൾ ഭക്ഷിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ വിൽ ഈറ്റ് എന്ന് പറഞ്ഞാൽ ഭക്ഷിക്കും. ഏതൊരു വെർബിന്റെ മുന്നിൽ വിൽ വന്നാലും ചെയ്യും എന്നർത്ഥം. വി വിൽ പ്രൊബബ്ലി ഗോ ദിസ് ഈവനിങ്, ഒരു പക്ഷേ ഞങ്ങൾ ഇന്ന് പുറത്തു പോകും. ഇന്ന് ഈവനിങ് ഞങ്ങൾ പുറത്തു പോകും. വിൽ ആദ്യം വരുമ്പോൾ ചോദ്യമാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. വിൽ യു ബി അറ്റ് ഹോം ദിസ് ഈവനിങ്, ഇന്ന് വൈകുന്നേരം നിങ്ങൾ വീട്ടിലുണ്ടാവുമോ? ഇനി ഐ വോണ്ട് ബി എന്നാണെങ്കിൽ ഉണ്ടാവില്ല എന്നർത്ഥം. ഐ വോണ്ട് ബി ഹിയർ ടുമോറോ, ഞാൻ നാളെ ഇവിടെ ഉണ്ടാവില്ല എന്നർത്ഥം. ആൻഡ് ഐ വിൽ നോട്ട് ബി ഹിയർ. ആൻഡ് ഡോണ്ട് ഡ്രിങ്ക് കോഫി ബിഫോർ യു ഗോ ടു ബെഡ്, യു വോണ്ട് സ്ലീപ്. നിങ്ങൾ ഡോണ്ട് ഡ്രിങ്ക് കോഫി കുടിക്കരുത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ്. യു വോണ്ട് സ്ലീപ്, നിങ്ങൾ ഉറങ്ങില്ല എന്നുള്ളത് പറയുന്നു. ഓക്കെ, വി ഓഫൻ സേ ഐ തിങ്ക് എന്നുള്ളത് വില്ലിന്റെ മുന്നേ മിക്കവാറും വരുന്ന ഒരു വാക്കാണ് ഐ തിങ്ക് എന്നുള്ളത്. ഉദാഹരണം നോക്കാം. ഐ തിങ്ക് ഡയാന വിൽ പാസ് ദ എക്സാം, എനിക്ക് തോന്നുന്നു ഡയാന എക്സാം പാസ്സാകുമെന്ന്. അപ്പൊ പാസ്സാകുമെന്ന്. ഓക്കെ, ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ റൈൻ ദിസ് ആഫ്റ്റർനൂൺ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മഴ പെയ്യും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മഴ പെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡു യു തിങ്ക് ദ എക്സാം വിൽ ബി ഡിഫിക്കൽട്ട്, എക്സാം ബുദ്ധിമുട്ടാകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഡു യു തിങ്ക് എന്നുള്ളത്. അപ്പൊ തിങ്ക് എന്നുള്ളത് വില്ലിന്റെ കൂടെ ഉപയോഗിക്കുന്ന ഒരു പദമാണ്. ആൻഡ് വി ഡോണ്ട് യൂസ് വിൽ ഫോർ തിങ്സ് വി ഹാവ് അറേഞ്ച്ഡ് ഓർ ഡിസൈഡഡ് ടു ഡു. നമ്മൾ അറേഞ്ച് ചെയ്ത കാര്യങ്ങളോ അല്ലെങ്കിൽ ഓൾറെഡി തീരുമാനിച്ച കാര്യങ്ങൾക്കോ നമ്മൾ എന്ത് വിൽ എന്നുള്ളത് യൂസ് ചെയ്യില്ല. പറയുന്ന നിമിഷത്തിലെടുക്കുന്ന തീരുമാനങ്ങൾക്ക് മാത്രമാണ് വിൽ പറയുന്നത്. ഓൾറെഡി നമ്മൾ ഡിസൈഡ് ചെയ്ത കാര്യങ്ങളാണെങ്കിൽ നമ്മൾ യൂണിറ്റ് 26, 27 പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട്. വി ആർ ഗോയിങ് ടു എന്നാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. വി ആർ ഗോയിങ് ടു ദ സിനിമ ഓൺ സാറ്റർഡേ, ശനിയാഴ്ച ഞങ്ങൾ സിനിമക്ക് പോവുകയാണ്. അവിടെ വി വിൽ ഗോ ടു ദ സിനിമ എന്നല്ല പറയുന്നത്, വി ആർ ഗോയിങ് ടു. ഓൾറെഡി പ്ലാൻഡ് ആണ്, അതുകൊണ്ട് വി വിൽ നോട്ട് എന്ന് അവിടെ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ഐ ആം നോട്ട് വർക്കിംഗ് ടുമോറോ, ഞാൻ നാളെ വർക്ക് ചെയ്യുന്നില്ല. അവിടെ ഐ വോണ്ട് വർക്ക് ടുമോറോ എന്നല്ല പറയേണ്ടത്, ഐ ആം നോട്ട് വർക്കിംഗ് എന്നാണ്. കാരണം ഓൾറെഡി അറേഞ്ച് ചെയ്തത്, ഓൾറെഡി പ്ലാൻഡ് ആണ്. അപ്പൊ നമ്മൾ വിൽ പറയില്ല, വില്ലോ അല്ലെങ്കിൽ വോണ്ടോ പറയില്ല. പറയുന്ന നിമിഷത്തിലെടുക്കുന്ന തീരുമാനത്തെ എക്സ്പ്രസ് ചെയ്യാനാണ് വിൽ ഉപയോഗിക്കുന്നത്. ആൻഡ് ആർ യു ഗോയിങ് ടു ദ എക്സാം, ആർ യു ഗോയിങ് ടു ഡു ദ എക്സാം, നിങ്ങൾ എക്സാം ചെയ്യാൻ പോവുകയാണോ? അവിടെ വിൽ യു ഡു എന്നല്ല പറയുന്നത്, ആർ യു ഗോയിങ് ടു ഡു എന്നതാണ് പറയുന്നത്. ഓക്കെ, ഈ ഷാൾ എന്നുള്ളത് ഇതിന്റെ കൂടെ തന്നെ ഉപയോഗിക്കുന്ന, വില്ലിന്റെ അതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഒരു പദമാണ്.
പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഐക്കും ബിക്കും ശേഷം ഫസ്റ്റ് പേഴ്സൺ മാത്രമാണ് ഇത് ഉപയോഗിക്കുന്നത്. വി ക്യാൻ സേ ഐ ഷാൾ, ഐ വില്ലിന് പകരം ഐ ഷാൾ എന്ന് പറയാം. ആൻഡ് വി വില്ലിന് പകരം വി ഷാൾ എന്ന് പറയാം. ഐ ഷാൾ ബി ലേറ്റ് ടുമോറോ, ഞാൻ നാളെ നേരം വൈകും. ആൻഡ് ഐ വിൽ ബി ലേറ്റ് ടുമോറോ, ഞാൻ നാളെ നേരം വൈകും എന്നുള്ളതിന്റെ അതേ അർത്ഥം എന്താണ്? ഐ തിങ്ക് വി ഷാൾ വിൻ, എനിക്ക് തോന്നുന്നു നമ്മൾ വിജയിക്കുമെന്നാണ്. ഐ തിങ്ക് വി വിൽ ബി. ഓക്കെ, അതും അതേ അർത്ഥം തന്നെയാണ് വരുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഡോണ്ട് യൂസ് ഷാൾ വിത്ത് യു, ദേ, ഹി, ഷീ, ഇറ്റ് പോലെയുള്ള മറ്റ് പ്രൊനൗണുകൾക്ക് ശേഷം, അതായത് ഫസ്റ്റ് പേഴ്സൺ അല്ലാത്ത പ്രൊനൗണുകൾക്ക് ശേഷം ഷാൾ ഉപയോഗിക്കില്ല എന്നുള്ളതാണ്. ടോം വിൽ ബി ലേറ്റ് എന്ന് പറയാം, ടോം ഷാൾ ബി ലേറ്റ് എന്ന് പറയില്ല എന്നർത്ഥം. ഓക്കെ, അപ്പോൾ പ്ലാന്റ്, ഫ്യൂച്ചറിനെ കുറിക്കാൻ വേണ്ടിയിട്ട് പ്ലാന്റ് ആയ കാര്യങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് വാട്ട് ആർ യു ഡൂയിങ് ടുമോറോ, അത് യൂണിറ്റ് 26 പറയുന്നുണ്ട്. പിന്നെ ഐ ആം ഗോയിങ് ടു എന്നുള്ളത് ഫ്യൂച്ചറിനെ കുറിക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ്, അത് യൂണിറ്റ് 27 പറയുന്നത്. ഇനി വിൽ ഷാളുമായി ബന്ധപ്പെട്ട് ഒരു പാഠം കൂടിയുണ്ട്, അടുത്ത പാഠത്തിലും ഇതിനെ കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ വളരെ ലളിതമാണ് ഈ പാഠം. വിൽ ഷാൾ, ചെയ്യും എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ പറയുന്ന നിമിഷത്തിലെടുക്കുന്ന തീരുമാനത്തെ സൂചിപ്പിക്കാനാണ് അത് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത ലെസൺ നമുക്ക് കാണാം. 20 ഇപ്പോൾ ഇത് നമ്മൾ ഇപ്പോൾ പഠിച്ച ലെസൺ 28 29ാമത്തെ ലെസണുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതിലേക്ക് നന്ദി, നമസ്കാരം.